ഹലോ, വെൽക്കം ടു ആച്ചി കിച്ചൻ. ഇന്ന് ഞാനൊരു കുഴക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുഴക്കട്ട ഉണ്ടാക്കാം. ഇപ്പം കർക്കിടക മാസമൊക്കെ അല്ലേ, പയറൊക്കെ ശരിക്കും കഴിക്കേണ്ട സമയമാണ്. അപ്പം ഒരു 100 ഗ്രാം പയർ എടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ ഈ കപ്പിന് 1.5 കപ്പ് അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടിയെ, പത്തിരിപ്പൊടിയൊക്കെ നല്ല പൊടിഞ്ഞ് അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഒരു മുറിയില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാര്യം അധികം ഉണ്ടാക്കണ്ടല്ലോ, കുറച്ച് ഞങ്ങൾക്ക് ഇവിടെ മാത്രം മതിയല്ലോ ഇത്. അപ്പം കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് ശർക്കര, പൊടി ശർക്കര അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഇപ്പം വേണ്ടത് ഇവിടെ ഇരിക്കട്ടെ. പയർ കഴുകി നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അല്ലേ, ഈ കഴുകിയ പയർ നമുക്ക് പ്രഷർ കുക്കറിലോട്ട് വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നവരെ വേവിക്കും. ഇതിനാവശ്യമുള്ള ഞാൻ വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെക്കുന്നുണ്ടേ. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ, ഇതിന് മാവ് കുഴയ്ക്കാൻ വേണ്ടുന്ന ഉപ്പും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കാം. ഈ വെള്ളം തിളച്ചിട്ട് നമുക്ക് ഈ മാവിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പയർ അപ്പോഴത്തേക്ക് വെന്ത് കിട്ടിക്കോളേ. അപ്പം വെള്ളം തിളയ്ക്കട്ടെ. നമ്മൾ പയറിന് 10 വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളച്ച് കുറച്ച് ഇതിനകത്തൊഴിച്ച് നമ്മുടെ പയറിന് 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫാക്കുക. വേഗം ഓക്കെ, മതി. ഇങ്ങനെ കുഴച്ച് വെച്ചപ്പോൾ 1 ആറിയിട്ട് കൈവച്ച് കുഴച്ചാലേ. ഈ ശർക്കര മധുരമൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിടുക. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ പ്രഷറിലുള്ള ഇതെല്ലാം പ്രഷറൊക്കെ പോയിട്ടേ പ്രഷർ കുക്കർ തുറക്കാം. അതുവരെ ഇതും ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ പയറിൻ്റെ അതിൻ്റെ പ്രഷറൊക്കെ പോയി. അതാ പയർ നല്ല കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ട്. ചൂടാണ് ഇതെടുത്ത് നമുക്ക് ഈ അടുപ്പ് കത്തിക്കേ. ഇതിനകത്ത് ഇപ്പം പുഴുങ്ങിയെടുത്ത പയറില്ലേ, അതിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം അതിനകത്ത് ഈ തേങ്ങയില്ലേ, അതും ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഈ ശർക്കരയില്ലേ, അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാര്യം പയറില്ലേ. എന്നിട്ട് ഒരു 3 ഏലക്ക പൊടിച്ചതേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം.
മധുരം ആവശ്യത്തിനനുസരിച്ച് കുറച്ചോ കൂടുതലോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കേ. മതി, ഞാൻ ഗ്യാസ് ഓഫാക്കുക. ഒന്ന് തണുക്കട്ടെ. ഇത് തണുക്കട്ടെ വിടുന്നു. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. നമുക്ക് ഈ മാവ് എടുക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് കൈ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കണേ. ചെറുതായിട്ടും ഉണ്ടാക്കാം, വലുതായിട്ടും ഉണ്ടാക്കാം. ചിലപ്പോൾ ഒരു വലിയൊരു തക്കാളിയുടെ ആ രീതിക്കും ഉണ്ടാക്കാം, വലുതായിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഈ പയറില്ലേ, പയറും തേങ്ങയും ശർക്കരയും കൂടെ കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഒരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിൽ ഞാൻ കുഴച്ചിട്ടുണ്ട്, ഉരുട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് അതുപോലെ ചെയ്യാം. ആറ് കുഴക്കട്ട ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. 6 എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചേർക്കുന്ന ഫില്ലിംഗ് ഇല്ല, അതും എല്ലാം കറക്റ്റായിരുന്നു. മാവ് കുറച്ചധികം വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഇഡ്ഡലി കുട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു തട്ട് എടുത്ത് വെച്ച് അതിനകത്ത് ഇത്തിരി നല്ലെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടേ. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് ഇതിനകത്ത് ഇത് വെള്ളം തിളച്ചിട്ട് നമുക്ക് വെക്കാൻ നേരത്ത് ചെയ്യാം. നമ്മൾ വെള്ളം തിളച്ച് അതേ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടിയിൽ തിളയ്ക്കാൻ വേണ്ടി. അത് വെള്ളം തിളച്ചു. ഇനി ഇതിനകത്ത് നമ്മൾ ഈ കുഴക്കട്ടയില്ലേ, അത് നമ്മുടെ കയ്യിൽ ഒരു ഇത്തിരി നല്ലെണ്ണ ഇങ്ങനെ തടവിയിട്ട് ഈ കുഴക്കട്ടയിലോട്ടൊന്ന് തടവി ഈ തട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ. അതുപോലെ ഈ കുഴക്കട്ടയെ ഒന്ന് തടവി ഇങ്ങോട്ട് വെക്കാം. ഒരു ശകലം കയ്യിലൊന്ന് തൊട്ടാൽ മതി. ഇനി ഇത് ഒന്ന് അടച്ചു കൊടുക്കേ. നല്ല തിളയിൽ ആവിയിൽ ഒരു 2-3 മിനിറ്റ് തിളച്ചിട്ട് നമുക്ക് തീ കുറച്ചിട്ടിട്ടൊരു 10 മിനിറ്റ് വെച്ചേക്കാം. കാര്യം 10 മിനിറ്റ് വേണ്ട, എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് മതി. കാര്യം ഇത് തിളച്ച മാവിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച മാവല്ലേ. പിന്നെ ഇതൊരു 1-2 മിനിറ്റ് ഇതിന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് തീ കുറച്ചിടാം. തീരെ അങ്ങ് കുറയ്ക്കണ്ട, ഒരു
മിഡിലിട്ട് കൊടുത്താൽ മതി. ഹലോ, അപ്പം നമ്മുടെ കൊഴുക്കട്ട ഒരു 8:30 മിനിറ്റൊക്കെ ആയിട്ടുണ്ടല്ല ആയി. ഞാൻ തുറന്നു നോക്കട്ടെ. ആവി ഭയങ്കര. ഓക്കെ, എല്ലാം നല്ല വെന്തിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഒന്ന് തണുത്തിട്ട് നമുക്ക് പ്ലേറ്റിൽ മാറ്റാം. ഇനി 2 കൂടെ ഉണ്ട് പുഴുങ്ങാനായിട്ട്. ആ തട്ടിനകത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തപ്പോൾ സുഖമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ടേ. ചിലപ്പോൾ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. ഇനി ഇതും വെക്കണ്ടേ, 2 വെക്കണേ. അതിന് ഞാൻ വെള്ളമുണ്ട്. അതുപോലെ എണ്ണ കയ്യിലൊന്ന് തടവിയിട്ട് ഇതിനകത്ത് തടവി വെക്കാം. ഇതും ഇരിക്കട്ടെ ഇങ്ങനെ. അപ്പം നല്ല വെള്ളം തിളച്ച് കിടക്കുകയല്ലേ. ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുറച്ചിട്ട് ഒരു 8 മിനിറ്റ് വെക്കാം. കണ്ടില്ലേ, നമ്മളെ ചൂട് കുഴക്കട്ട എല്ലാം റെഡിയായി. നല്ല ചൂടുണ്ട്. വെട്ടി നോക്കാം. കേട്ടോ, ഓക്കെ. ഭയങ്കര ചൂടുണ്ട്, കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കൊഴുക്കട്ട. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.